അങ്ങനെ നിയാൻ അവളെ പതിവില്ലാതെ പോലെ പുതപ്പൊക്കെ മൂടി ഒക്കെ ഇട്ട് പോകുമ്പോൾ അവൾക്കും വല്ലാതെ. പിറ്റേ ദിവസം നിയാൻ ഒരു ലേഡിയെ കണ്ടുമുട്ടുകയാണ്. അവിടെ ഒരുത്തനെ പിടിച്ചു വെച്ചിട്ടുണ്ടാകും. അപ്പോൾ എലി പറയുന്നുണ്ട്, എനിക്ക് ഒരു ശ്രമം നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ ദുഷ്ടൻ എന്നെ കാണുന്ന നിമിഷം തന്നെ എന്നെ മുതലെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ചെയ്തു കൊടുത്ത ഉപഹാരത്തിന് നിയാൻ ആ ലേഡിക്ക് കുറച്ച് ക്യാഷ് കൊടുക്കുമ്പോൾ ആ ക്യാഷ് തട്ടിമാറ്റി നിയാനുമായി ക്ലോസ് ആവുന്നു. അപ്പോൾ നിയാൻ അവിടെ വലയിൽ വീഴില്ല എന്നുറപ്പായതുകൊണ്ട് തന്നെ ആ ക്യാഷ് മേടിച്ചിട്ട് പോയി. അയാൾ നിയാൻ്റെ പേരിൽ വ്യാജമായ രേഖ ഉണ്ടാക്കി കള്ളക്കേസുകൾ ചുമത്തിയ ആളാണ്. ആരാണ് ഇത് ചെയ്യിപ്പിച്ചത് അറിയാനാണ്. കുറ്റസമ്മതം നടത്തിയാൽ നിയാൻ ധാരാളം വഴികളുണ്ട് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ അയാൾ പറയുന്നത് പോലുമില്ല. അതിനാൽ നിയാൻ AC ഫുള്ളിട്ട് ഉത്തരത്തിനായി കാത്തിരുന്നു. ഒരുപാട് നേരമായതിനാൽ അയാൾ അയാളുടെ വായിലെ ടേപ്പ് മാറ്റാൻ പറഞ്ഞ് അത് മറ്റാരെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ നിയാൻ പറയുന്നത് വ്യക്തിയുടെ പേരും ഫോൺ നമ്പറും തരാനായി പറഞ്ഞു. മറുവശത്ത് ചുങ്സ്യ അവളുടെ അസിസ്റ്റന്റിനോട് ലൂയിസ് കോപ്പറേറ്റിന് സമ്മതിച്ചിട്ടുണ്ട്. അതിന് എക്സലന്റ് കോപ്പറേഷൻ പ്ലാൻ വേണം, പ്രൊഡക്റ്റ് വൻ വിജയമാക്കണം എന്ന് സംസാരിക്കുമ്പോൾ അസിസ്റ്റന്റ് പറയുന്നത് ലൂയിസിന് ഒരുപാട് ഗേൾസ് ഫാൻസാണുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റിനൊപ്പം ഫ്രീ ആയിട്ട് ഗിഫ്റ്റും കൂടി വെക്കണം എന്ന് പറയുമ്പോൾ ചുങ്സിയ നിയാൻ രാത്രി കൊടുത്ത ഉമ്മയെക്കുറിച്ച് കുറിച്ചായിരിക്കും ചിന്തിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് അവളെ വിളിച്ച് ഹണി പ്രൊഡക്റ്റിൻ്റെ ഈവൻ്റ് തയ്യാറെടുപ്പ് എങ്ങനെയാണ്, ലൂയിസ് അധികം ആളുകളുമായി ഇടപെടാതിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് ഇത്തവണ ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്ന് പറഞ്ഞ് അവർ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. ആ സമയത്ത് നിയാൻ അവളുടെ ഓഫീസിലേക്ക് കയറി ലാപ്ടോപ്പിലെ ഫയലെല്ലാം കോപ്പി ചെയ്യുകയാണ്. കറക്റ്റ് ടൈമിൽ തന്നെയാണ് ചുങ്സ്യ അവിടെ എത്തുന്നത്. നിയാൻ ലാപ്പിലെന്തോ ചെയ്യുന്നത് കണ്ട് എന്താ അവിടെ ചെയ്യുന്നെന്ന് ചുങ്സ്യ പറഞ്ഞതും ഞെട്ടിയ നിയാൻ വേഗം തിരിഞ്ഞ് അവൾക്ക് സംശയം തോന്നാതിരിക്കാനായിട്ട് അവൻ്റെ തന്നെ ഫോട്ടോ എടുത്ത് ആവശ്യമില്ലാത്ത ചില സാധനങ്ങൾ കളയാനാണ് വന്നതെന്ന് പറഞ്ഞ് ടാങ്ഷിയുടെ ഫോട്ടോ എടുത്ത് അങ്ങ് കീറി കളഞ്ഞിട്ടു. അവൾക്കത് സഹിക്കുമോ? പാവം കീറിയ അവൻ്റെ ഫോട്ടോ ഒക്കെ പെറുക്കി നിനക്കെന്താ വട്ടായോ? അപ്പം നിയാൻ പറയുന്നത്, നീ എന്താ അനാവശ്യമായത് ഇപ്പോഴും സൂക്ഷിക്കുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു, അതോർത്ത് ഇരിക്കുന്നത് എന്തിനാ? അതിന് നിനക്ക് എന്നെ എത്ര നാൾ അറിയാം? ടാങ്ഷി മരിച്ചാലും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ എനിക്കെങ്ങനെ നിന്നോട് പ്രണയം തോന്നും? നീ ഒരു സെൽഫിഷാണ്, എനിക്ക് നിന്നെ ഇനി കാണണ്ടെന്ന് പറഞ്ഞ് അവനോട് പുറത്തൊക്കെ പോകാൻ പറഞ്ഞു. അവൾ ടാങ്ഷിയുടെ ഫോട്ടോയും പിടിച്ച് ഏന്തി കരഞ്ഞു. നിയാനും നല്ല സങ്കടമുണ്ട് അങ്ങനെയൊക്കെ അവളോട് പെരുമാറിയതിന്. പക്ഷെ അവന് വേറെ വഴിയിലായിരുന്നു. അപ്പോൾ അവന് ഒരു കോൾ വരുന്നു, വിവരങ്ങൾ കണ്ടെത്തിയെന്ന് ചോദിച്ച്. അവളാണെങ്കിൽ നേരെ ഹുവാൻജിയുടെ വീട്ടിലായിരിക്കും. അവളുടെ കണ്ണീർ കലങ്ങിയിരിക്കുന്നത് കണ്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവളുടെ കണ്ണിൽ പൊടി പോയത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് പറയുന്നു. ലൂയിസുമായിട്ടുള്ള കൊളാബറേഷൻ സെക്രട്ടറിയെ കൊണ്ട് കരാർ ഡ്രാഫ്റ്റ് ചെയ്യിപ്പിച്ചു. ഇനി നിനക്ക് യൂസ്ഫുൾ ആകും. പിന്നെ ഇന്ന് രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇത്രയും വലിയ ഇൻഫ്ലുവൻസറല്ലേ നിനക്ക് കൊളാബ് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത്, അതൊന്നും നമുക്ക് ആഘോഷിക്കണ്ടേ? ഞാൻ നിനക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരണമെന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ അവളും ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ ഹുവാൻജി കുറേയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഹുവാൻജി ചോദിക്കുന്നുണ്ട്, അല്ല ലൂയിസിനെ എങ്ങനെ കണ്ടുപൊട്ടി? അവൻ മിസ്റ്റീരിയസ് ആണെന്നാണ് കേട്ടത്. അതിന് ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല, ഒരു വോയിസ് കോൺഫറൻസിലാണ് സംസാരിച്ചതെന്ന് അവൾ പറഞ്ഞ് നീയാനാണ് ലൂയിസ് എന്ന് പറഞ്ഞു വെളിപ്പെടുത്തില്ല. അപ്പോൾ പിന്നെ നേരിട്ട് കാണാതെ ഇങ്ങനെ കരാറിൽ ഒപ്പിട്ടു. ലൂയിസിൻ്റെ കമ്പനിയുമായി നേരിട്ട് കരാർ ഒപ്പിട്ടു എന്ന് പറഞ്ഞ് അവൾ റെസ്റ്റ് റൂമിലേക്ക് പോയി. അവളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഹുവാൻജി അത് മൊത്തമായിട്ടൊന്നും വിശ്വസിച്ചില്ല. അവൾ പോയതിന് പിന്നാലെ അവളുടെ ഫോണിലേക്ക് ഞാൻ വിളിക്കുന്നു. അവൾ കാണാതിരിക്കാനായിട്ട് അവൻ്റെ ഷർട്ടിൽ വെക്കുകയാണ്. എന്നിട്ട് അവൾ വരുമ്പോൾ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു. അവൾ വരുമ്പോൾ ഫോൺ നോക്കുമ്പോൾ ഫോൺ കാണുന്നില്ല. എവിടെ പോയി എന്ന് പറഞ്ഞതും അതോ ഞാൻ ബാറ്ററി തീർന്നത് കണ്ട് റൂമിൽ കുത്തിയിട്ടിട്ടുണ്ട്, എന്നിട്ട് അവൾക്കായിട്ട് ഉണ്ടാക്കിയ സ്പെഷ്യൽ കോക്ടെയിലാണ് എന്ന് പറഞ്ഞ് അവൾക്ക് ഡ്രിങ്ക് കുടിപ്പിക്കുന്നു. അതിലാണെങ്കിൽ ഹുവാൻജി ഡ്രിങ്കും കലർത്തിയിട്ടുണ്ടാകും. അതിൻ്റെ എഫക്റ്റ് മൂലം അവൾ അവിടെ ഉണ്ടായ ഓരോ പാവയെ കോപ്പറായും കാണിക്കുകയാണ്. ഇവിടെ നിയാനാണെങ്കിൽ അവൾക്ക് വിളിച്ചിട്ട് പോലും കോൾ എടുക്കുന്നില്ല. നിയാന് നല്ല ടെൻഷനുണ്ട്. ഉച്ച തുടങ്ങിയാണ് വിളിക്കാൻ തുടങ്ങിയത്, ഫോൺ പോലും എടുക്കുന്നില്ല. അസിസ്റ്റൻറ്റിനെ വിളിച്ചു ചോദിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞ ശേഷം അവൾ കമ്പനിയിൽ എത്തിയിട്ടില്ലെന്നാണ്. നിയാനും ഹുവാൻജിയുടെ ഫ്ലാറ്റിന് മുന്നിലേക്കിപ്പോൾ നോക്കുമ്പോൾ അവൻ അവിടെ ഉണ്ട്, പക്ഷെ അവൾ എവിടെ? എന്തോ അവൾക്ക് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായ നിയാൻ നേരെ ഹുവാൻജിയുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി വാതിൽ തുറക്കാനായി പറഞ്ഞു. ഇവിടെ ചുങ്സിയുടെ ബോധം പോകുമ്പോൾ ഹുവാൻജി അവളെ എടുത്ത് നേരെ സോഫയിൽ കിടത്തി. അവളെ മോശമായിട്ടാണ് നോക്കുന്നത്.
ഒടുവിൽ നീ എൻ്റേതാകും എന്ന് പറഞ്ഞ് അവളുടെ ടോപ്പ് ചെറുതായിട്ട് താഴ്ത്തി കിസ് ചെയ്യാനായി പോകുമ്പോൾ കറക്റ്റ് ടൈമിൽ നിയാൻ എത്തുമ്പോൾ ഹുവാൻജി അവളെ കിസ് ചെയ്യാനായി ക്ലോസ് ആവുന്നു. വന്നതും വേഗം തന്നെ അവനൊരടി കൊടുത്തു. നിയാൻ്റെ സൗണ്ട് കേട്ട് ഉണർന്ന അവൾ കാണുന്നത് ഹുവാൻജിയെ അടിച്ചതാണ്. എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹുവാൻജി അവനോട് ചോദിക്കി. അവളും നിയാനോട് എന്തിനാണ് ഹുവാൻജിയെ അടിച്ചത് എന്ന് പറഞ്ഞ് ഹുവാൻജിയെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ നിയാന് ഭയങ്കര കലിപ്പിലായിരിക്കും. അവനൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. ഇവനും അവൻ ആ നേരത്ത് വന്ന എല്ലാം കുളമാക്കിയ ദേഷ്യത്തിൽ കണ്ണടയൊക്കെ വലിച്ചേർന്ന് ഒരു ഭ്രാന്തനെ പോലെ അലറുകയാണ്. ഇവിടെ ചുങ്സിയ വീട്ടിലെത്തുമ്പോൾ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് ഉറങ്ങണം. അപ്പോൾ നിയാൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാണ് ഫോൺ ഓഫ് ചെയ്തത്? എന്തു പറ്റി? എന്തെങ്കിലും ആവശ്യമുണ്ടായോ? ഇത് തിരികെ നൽകാനായിട്ടാണ് എന്ന് പറഞ്ഞ് നിയാൻ ടങ്ഷിയുടെ ഫോട്ടോ കൊടുത്തു. ഇത് നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ച് വാങ്ങുമ്പോൾ നിയാൻ അത് കൊടുക്കുന്നില്ല. നീ ടങ്ഷിനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? അവളും അതിനുത്തരം പറയാതെ ഫോട്ടോ മേടിക്കുമ്പോൾ ദേഷ്യം വന്ന നിയാൻ, ഞാൻ ചോദിച്ചതിനാദ്യം ഉത്തരം താ. അവൻ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്, എനിക്കിപ്പോഴും അവനിഷ്ടമാണ്. ഓരോ ദിവസം ഞാൻ അവനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിയാൻ പറയുന്നുണ്ട്, നിന്റെ പഴയ കാലം എനിക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിലും എപ്പോഴും ഇപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് അവൾ കിസ് ചെയ്തു. എന്നാൽ പെട്ടെന്ന് അവൾ നിയാനെ പിടിച്ചു മാറ്റി. അവൾ പോകുമ്പോൾ നിയാൻ അവളെ വിളിച്ച് അവൾ കുടിച്ചതിനാൽ അവൾക്ക് എന്തായാലും രാവിലെ ആകുമ്പോൾ തലവേദന ഉണ്ടാകും, അതിൻ്റെ ഹാങ് ഓവർ മാറ്റാനായിട്ട് മരുന്ന് കൊടുത്തു. എല്ലാ ദിവസം 10 മണിക്ക് മുന്നേ വീട്ടിലെത്തണം, എൻ്റെ വീടാണിത്, റൂൾസ് നീയും പാലിക്കണം എന്ന് പറഞ്ഞതും അവൾ ആ ഫോട്ടോ വാങ്ങിച്ചു പോയി. പിന്നീടാണ് കാണിക്കുന്നത് ആ ഫോട്ടോ അവൻ കുറച്ചു നേരം മുന്നേ അവനായിട്ട് എടുത്തതാണ്. അവളും ഫോട്ടോ കിട്ടിയ സന്തോഷത്തിൽ ഫ്രെയിം ചെയ്ത് വെക്കുമ്പോൾ അവളുടെ ബാക്കിൽ എന്തോ വേദന തോന്നുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ ചെറിയ മുറിവ് കാണുന്നു. അവൾ കരുതിയിരിക്കുന്നത് കുളിക്കുമ്പോൾ മാന്തി കുഴിയുണ്ടാക്കിയതാകാം. പക്ഷേ രാവിലൊന്നും അവൾക്കൊരു വേദന പോലും തോന്നില്ല. രാത്രിയായിപ്പാണ് വേദന കൂടിയത്. ശേഷം അവൾ ഹുവാൻജിയുടെ വീട്ടിൽ ജോലി ചെയ്യാനായിട്ട് രാത്രി പോകുമ്പോൾ നീ എങ്ങോട്ടാ? ഈ ടൈമിൽ പോകാൻ പറ്റില്ല, ഇവിടെ തൊട്ട് അടുത്തല്ലേ, പോയിട്ട് വേഗം വരാം എന്ന് ചുങ്സിയ പറയുമെങ്കിലും അവൻ അവളെ വിടാൻ തന്നെ സമ്മതിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഹുവാൻജി അവളോട് ചെയ്തതൊക്കെ നിയാൻ കണ്ടതാണല്ലോ, അത് പേടിച്ചിട്ടാണ്. നീ എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ റൂൾസ് നീയും പാലിക്കുന്നുള്ളത്. അവളും ഓക്കെ, ഞാൻ രാവിലെ പൊക്കോളാം എന്ന് പറഞ്ഞ് തിരിഞ്ഞതും നിയാൻ നിക്ക് എന്ന് പറഞ്ഞ് അവളൊന്ന് ചുറ്റും നോക്കി. അവളുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കണ്ട് ഇന്ന് അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും കാണാൻ ഇപ്പോൾ ഒരു വലിയ വഴുതനങ്ങ പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് നിയാൻ അവളെ കളിയാക്കി. ക്യൂട്ടാണെന്ന് കേട്ടുമ്പോൾ അവൾക്കൊന്ന് ഹാപ്പിയായി. അന്ന് രാത്രി നിയാൻ്റെ സ്വപ്നത്തിൽ ഹുവാൻജിയുടെ ഫ്ലാറ്റിൽ നിന്ന സംഭവമൊക്കെ സ്വപ്നമായിട്ട് വരികയാണ്. നിയാൻ അകത്തേക്ക് വന്നപ്പോൾ അവൻ അവളെ കിസ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കണ്ടത്. സോ ഹുവാൻജി പ്രശ്നക്കാരനാണെന്നും ഇനി അതുപോലെ സംഭവിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് പറയുന്നു. അങ്ങനെ പ്രൊഡക്റ്റ് ഇവൻറ്റിന് വേണ്ടി മികച്ചത് ഒരു മാളാണെന്ന് പറഞ്ഞ് ഹുവാൻജി അവൾക്ക് ഓരോ ഐഡിയാസ് കൊടുക്കുമ്പോൾ ചുങ്സിയ ഉറക്കം തൂങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അത് കണ്ട ഹുവാൻജി, ഇന്നലെ നീ ഉറങ്ങിയില്ലേ? അവളാണെങ്കിൽ ജോലിക്കാര്യമൊക്കെ ചിന്തിച്ച് ഉറങ്ങിയില്ലെന്ന് പറയുന്നു. അതിനാൽ അവൻ അവൾക്കൊന്ന് ഫ്രഷ് ആവാൻ കോഫിയൊക്കെ ഇട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയി. എന്നാൽ അപ്പോഴും അവൾക്ക് നിയാൻ പറഞ്ഞ കാര്യമാണ് ഓർമ്മ വരുന്നത്. അവളുടെ പാസ്റ്റ് മറിക്കാൻ കഴിയില്ല, എന്നാൽ അവളുടെ ഫ്യൂച്ചർ അവൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ വാക്കുകൾ അവളെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതാണ് അവൾക്ക് ഇന്നലെ ഉറങ്ങാൻ തന്നെ കഴിയാത്തത്. ഇപ്പോൾ ഹണി പ്രോഡക്റ്റ് ശ്രദ്ധിക്കി, നീ അവനെ മാറ്റ് എന്ന് പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ ടീം എത്തി. അവൾ വേഗം തന്നെ എടുത്തു കുടിച്ചു, അവൻ്റെയും എടുത്തു കുടിച്ചു. ഓക്കെ ആയില്ലേ, ഇനി കണ്ടിന്യൂ ചെയ്താലോ എന്ന് ഹുവാൻജി പറയുമ്പോൾ ഇവളും ഓക്കെ എന്ന് പറഞ്ഞുവെങ്കിലും ഉറക്കം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും പരമാവധി അവൾ കണ്ണു തുറന്ന് ശ്രമിച്ചു. അന്നേരം അറിയാതെയാണോ എന്ന് ഡൗട്ടുണ്ട്. ഹുവാൻജിയുടെ കൈ തട്ടി അവളുടെ ഡ്രസ്സിലേക്ക് കോഫി വീണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ഡ്രസ്സുണ്ട്, ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞതും അവൾ ഡ്രസ്സൊക്കെ മാറി വരുമ്പോൾ ആ ഡ്രസ്സിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഹുവാൻജി അവളെ കാണുമ്പോൾ മുടി കുറവാണെങ്കിലും അവളെ പോലെ തന്നെ ഉണ്ടെന്ന് നോക്കി നിൽക്കുന്നു. പക്ഷെ അവൾക്ക് ആ ഡ്രസ്സ് ഇത്തിരി ടൈറ്റായിരിക്കും, എന്നിരുന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവൻ്റെ കാര്യം സംസാരിക്കുന്നു. ഹുവാൻജി ആണെങ്കിൽ അവളിൽ നിന്ന് കണ്ണെടുക്കുന്നേയില്ല, അവളെ തന്നെ നോക്കി നിൽക്കുന്നു. ഇവളും പറഞ്ഞതും ഹുവാൻജിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ഹുവാൻജി അവളെ തന്നെ നോക്കുകയായിരിക്കും. അപ്പോൾ അവൾ എന്തു പറ്റി,
ഏയ് ഒന്നുമില്ല, നിന്റെ ഷാമ്പൂവിൻ്റെ സ്മെല്ല് കൊള്ളാലോ, ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ കുപ്പി ഞാൻ പിന്നീട് തരാമെന്ന് പറഞ്ഞതും നീയാൻ്റെ കോള്. എവിടെയാ, വേഗം വാടി, നീ എവിടെയാ, വേഗം വാടി, എന്തോരം നേരമായി എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചിട്ടായിരിക്കും വിളിക്കുക. ഇവളും നേരെ ചെല്ലുമ്പോൾ നേരത്തെ പോയി ഇട്ട ഡ്രസ്സിലായിരിക്കില്ല ഇപ്പോഴുള്ളത്. ഈ വസ്ത്രം മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ഇത് എപ്പോൾ വാങ്ങിയെന്ന് ഞാൻ ചോദിക്കുന്നു. അല്ല, കുറച്ചു നേരം മുന്നേ ഡ്രസ്സിൽ കോഫി വീണു, അപ്പോൾ ഹുവാൻജി സാമ്പിളായിട്ട് ഒരു ഡ്രസ്സ് തന്നതാ, അപ്പോൾ മാറി. ഇത് കേട്ട ദേഷ്യം വന്ന് നീ ഒരു പെണ്ണല്ലേ, ഒരുത്തൻ്റെ വീട്ടിൽ വെച്ചാണ് മാറുന്നത്, അതിന് ഞാൻ ബാത്റൂമിൽ പോയാൽ മാറിയത്, അല്ലാതെ അവൻ്റെ കൺമുന്നിൽ വെച്ചല്ല. അല്ല, ഇതൊക്കെ എന്താണ്? ഇത് പെപ്പർ സ്പ്രേ, ഇത് സ്മാർട്ട് അലാറം, ഇത് സ്റ്റൺ ഗൺ, പല വലിപ്പത്തിലുമുണ്ട്, ഇതൊക്കെ എപ്പോഴും നിന്റെ ബാഗിലുണ്ടാകണം. അപ്പോൾ ചൊങ്സിയ, അല്ല ഇതൊക്കെ എന്തിനു വേണ്ടിയാ ഉള്ളത്? എല്ലാ മനുഷ്യരും ചെന്നായ്ക്കളാണ്, ജാഗ്രത പാലിക്കേണ്ടതാണ് നല്ലത്. അപ്പോൾ ചൊങ്സിയ ചിരിച്ച് അവനെക്കുറിച്ചാണോ പറയുന്നതെന്ന് ചോദിച്ചു. അത് ഞാനും നീയും ഒരുമിച്ചല്ലേ ഇവിടെ, പിന്നെ എന്തിനാണ് ഇതൊക്കെ? നീയാനും അവളുടെ അടുത്തേക്ക് വന്ന് നിനക്കെന്നോട് നേരത്തെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ എന്നെ സൂക്ഷിക്കേണ്ടതുണ്ടോ? അപ്പോൾ അവളും, അല്ല, എപ്പോഴാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്? നീയാനും അവളുമായി വീണ്ടും ക്ലോസ് ആകുമ്പോൾ ചുങ്സിയ മാറി നിൽക്ക് എന്ന് പറയുന്നു. എന്നാലും ഞാൻ മാറുന്നില്ല. പെട്ടെന്ന് അവൾ പെപ്പർ സ്പ്രേ അവൻ്റെ കണ്ണിൽ നേരെ അടിച്ചു. അവനാണെങ്കിൽ കണ്ണ് നല്ലോണം വേദനിച്ചിട്ടുണ്ടാകും. ഇവളും പേടിച്ച്, അയ്യോ നോക്കട്ടെ, ഒന്നും പറ്റില്ലല്ലോ. പെട്ടെന്ന് അവൻ കൈമാറ്റി, അപ്പോൾ നിനക്ക് എന്നെക്കുറിച്ച് ശരിക്കും വിഷമമുണ്ടല്ലേ, എൻ്റെ കണ്ണിന് കാഴ്ച പോയാലും നീ എന്നെ നോക്കണം. അവൻ പറ്റിച്ചതാണെന്നറിയുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യമായി. കണ്ടോ, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ആരെങ്കിലും നിന്നോട് മോശമായിട്ട് പെരുമാറാൽ ഇതടിക്കണം, ഇതിപ്പോൾ പുതിയ റൂൾസാണ്, നിനക്കിവിടെ താമസിക്കണമെങ്കിൽ ഇതും ഫോളോ ചെയ്യണം. പിന്നീട് ഈ ഇവന്റ് പ്ലാനിന് ചുങ്സിക്ക് വേണ്ട മെറ്റീരിയൽസുമായിട്ട് ഹുവാൻജി കൂട്ടിയായിരിക്കും വരിക. അവൻ അവിടെ ഇരിക്കുമ്പോൾ ഇവനെന്താ പോകാത്തത്? ഹുവാൻജി നമ്മുടെ ഗസ്റ്റ് അല്ലേ, മര്യാദയ്ക്ക് മിണ്ട്. എന്നിട്ട് ഹുവാൻജിനോട് അവൻ്റെ ഡ്രൈവർ ഉണ്ട്, അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. അപ്പോൾ ഹുവാൻജി നിയാനോട്, നീ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ എത്ര പുഷപ്പുകളൊക്കെ ചെയ്യും? ചിലപ്പോൾ 1000 വരെ എന്ന് കേൾക്കുമ്പോൾ ഹുവാൻജി ഒന്ന് ഞെട്ടുന്നു. വളരെ കാലമായി ഒരു പുഷപ്പ് എടുത്തിട്ട് എതിരാളിയെ കിട്ടിട്ടുമില്ല. എന്നിട്ട് നിയാനും ഹുവാൻജി പുഷപ്പ് മത്സരം തന്നെ തുടങ്ങുന്നു. ചുങ്സി ആയിരിക്കും അവരുടെ ജഡ്ജ്. തുടക്കത്തിൽ രണ്ടുപേരും വാശിയിലായിരിക്കും മത്സരിക്കുക. ഒരുപാട് ടൈം ആകുമ്പോൾ ചുങ്സി അവർ ഉറങ്ങിപ്പോയി. ഇപ്പോൾ രണ്ടുപേരും വിട്ടുകൊടുക്കാതെ 600 പുഷപ്പ് വരെ എത്തി. അവസാനം രണ്ടുപേർക്കും പറ്റാതെ കളി അതോടെ അവസാനിച്ചു. ഞാൻ പറയുന്നത് ഒരുപാട് ലേറ്റായി, അടുത്ത തവണ കളിക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയിരുന്നു. ഹുവാൻജിക്കും വയ്യാതായി. അവൾ കൊടുക്കുന്ന കവർ പോലും അവന് പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കൈയും തളർന്നു. എന്തിന് കണ്ണട വയ്ക്കാൻ പോലും കൈ വിറച്ചുകൊണ്ടാണ് ഇടുന്നത്. ഇതൊക്കെ ഇവൾ കാണുകയും നിയാനെ നോക്കുമ്പോൾ അവനൊരു കുഴപ്പമില്ലാതെയായിരിക്കും ഇരിക്കുക. അവൾ പോകുമ്പോഴാണ് നിയാനൊന്ന് ശ്വാസം വിടുന്നത്. സത്യത്തിൽ അവനും വയ്യാതായി. അവളുടെ മുന്നിൽ കാണിക്കാതിരിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നീട് അവർ ഫുഡ് കഴിക്കുമ്പോൾ ചുങ്സ്യ നിയാൻ കഴിക്കുന്നത് കണ്ട് വാം പൊളിച്ചായിരിക്കും ഇരിക്കുക. നിയാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ മനസ്സിന് പറഞ്ഞു വെപ്പിക്കുന്നുണ്ട്, വിഡ്ഢിയെ പോലെ പെരുമാറരുതെന്ന്. അപ്പോൾ വീണ്ടും അവനെ തന്നെ വീണ്ടും നോക്കുന്നു. അത് കാണുന്ന നിയാൻ, എന്ത് പറ്റി? ഇവളും വേഗം ഫുഡൊക്കെ കഴിച്ച് 2 മുട്ടയെടുത്ത് നേരെ റൂമിൽ കിടന്നു. ടങ്ഷി നല്ലവനാണ്, ഞാനെങ്ങനെ അവനെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞ് ഫോൺ നോക്കി. ഇന്ന് മുതൽ നിയാൻ നിന്ന് ജാഗ്രത പാലിക്കണം. അന്ന് രാത്രി അവൾ ഹാളിലേക്ക് വരുമ്പോൾ നിയാൻ സോഫയിലായിരിക്കും കിടന്നുറങ്ങുക. അത് കണ്ട ചുങ്സ്യ അവൻ്റെ അടുത്തേക്ക് പോയി ബുക്കെല്ലാം മാറ്റി അവന് പുതപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നു. അന്നേരം അവൾ അവനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ അവനൊരു ഉമ്മ കൊടുക്കാൻ തോന്നി. പിന്നീട് ഇത് ടങ്ഷിയല്ല എന്ന് ബോധം വരുന്നതും വേഗം അവളോടൊന്ന് പോകുമ്പോൾ നിയാൻ ഉറങ്ങിയിട്ടില്ല. അവളെ പിടിച്ചു വലിച്ച്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? എന്തോ ഒളിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പിന്നെന്തിനാ ഇവിടേക്ക് വന്നത്? ഇന്ന് രാത്രി ഞാൻ ജോലിയിൽ തിരക്കിലായിരിക്കും, അപ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറയാനാണ് വന്നതെന്ന് പറഞ്ഞ് അവൾ പോയി. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയാണല്ലേ, കാര്യമൊന്നും തുറന്നു പറയില്ല. എന്നാലും അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാതെ ഞാൻ ചിരിച്ചു കിടക്കുന്നു. ഇവളും റൂമിലെത്തുമ്പോൾ അവനോടൊപ്പം ഒന്നിക്കുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കിസ് ചെയ്യുന്നത് പോലെ ചുണ്ട് കാട്ടുമ്പോഴാണ് അവളുടെ ജോലിക്കാരും ഓർക്കുന്നത്. ഇല്ല, ആദ്യം ജോലി എന്ന് പറഞ്ഞ് നേരെ ലാപ്ടോപ്പിൽ പോയി കുത്തിക്കൊണ്ടിരുന്നു. ശേഷം അവൾ ഉറങ്ങുമ്പോൾ നിയാൻ വാതിൽ തുറന്ന് അവളെ എടുത്ത് കിസ് ചെയ്യുകയാണ്. അവൾ കണ്ണ് തുറക്കുമ്പോഴാണ് അത് അവിടെ സ്വപ്നം മാറുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. പിറ്റേ ദിവസം അവൾ ഉണരുമ്പോൾ നിയാൻ അവൾക്ക് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടാകും. ചുങ്സ്യ,
ജോലി ചെയ്യുന്നതിനേക്കാൾ പ്രധാനം നിന്റെ ആരോഗ്യമാണ്. അതുകൊണ്ട് തന്നെ മരുന്നെല്ലാം കഴിച്ച് ഉറങ്ങണ സമയത്ത് ഉറങ്ങണം. ഞാൻ ഷോപ്പിംഗ് മാളിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അത് വായിച്ച് അവൾ ടി.വിയിൽ നോക്കുമ്പോൾ നിയാനുള്ള സ്ഥലത്ത് തീ പിടിച്ചതായിട്ടുള്ള വാർത്ത കാണുന്നു. അവിടെയാണല്ലോ നിയാൻ ഉള്ളത് എന്നറിയുന്നവൾ പേടിച്ച് വേഗം നിയാനെ കോൾ ചെയ്യുന്നു. എന്നാൽ കോള് പോകുന്നില്ല. അതിനാൽ അവൾ വേഗം ഇറങ്ങി. ഇവിടെ ചേച്ചിയും ഈ വാർത്ത കണ്ടു. അവിടെയല്ലേ നിയാൻ ഉള്ളെന്ന് പറഞ്ഞ് ഇവരും ഇറങ്ങി. ഇവിടെ ചുങ്സ്യ സംഭവ പ്ലേസിലെത്തുന്നു. അവിടെ തീ പിടിച്ചതിനാൽ ഫയർഫോഴ്സൊക്കെ എത്തിയിട്ടുണ്ട്. അത് കണ്ട് പേടിച്ചവൾ വേഗം ഓടി. അകത്തേക്കിപ്പോൾ ആരെയും കയറ്റുന്നില്ല. പ്രശ്നം ഗുരുതരമാണെന്ന് കേൾക്കുമ്പോൾ നിയാനും അവളെ വിട്ടുപോയി എന്ന് കരുതി പൊട്ടിക്കരഞ്ഞു. എൻ്റെ ബോയ് ഫ്രണ്ട് ഇവിടെയുണ്ട്, എന്നെ വിട്, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. ഇനി ഒരിക്കലും നിന്നോട് ഞാൻ വഴക്കിയിടില്ല. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ലെന്ന് ഏന്തി കരഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് നിയാൻ്റെ സൗണ്ട് കേൾക്കുന്നു. ഇവളും തിരിയുമ്പോൾ നിയാൻ വേഗം അവൾ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? അവളുടെ വായിൽ നിന്ന് അവളുടെ ബോയ് ഫ്രണ്ടാന്ന് കേൾക്കാൻ നിയാൻ കൊതിച്ചതാണ്. അതിപ്പോൾ ഇതുമൂലം യാഥാർത്ഥ്യമായി. ടങ്ഷി നിന്നെ വിട്ടുപോയെങ്കിലും ഞാൻ നിന്നെ വിട്ടുപോകില്ല. ഇവളും അവനെ എന്തെങ്കിലും പറ്റിക്കാണും. വേഗം ഹോസ്പിറ്റലിൽ പോകാം, ചെക്ക് ചെയ്യാം എന്ന് പരിഭ്രാന്തമായി പറയുമ്പോൾ നിയാൻ അവളെ പിടിച്ച് കിസ് ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ ഹുവാൻജിയും ചേച്ചിയും ദൂരെ നിന്ന് കാണുന്നുണ്ടായി. അവരുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ട്. വീട്ടിലെത്തുമ്പോൾ ചുങ്സിയ നിയാനെ വിടാതെ കെട്ടിപ്പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. ആരും എന്നെ ഇത്രയും ചിന്തിച്ച് വിഷമിച്ചിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്ന് നിയാൻ പറയുമ്പോൾ ഇന്നു മുതൽ ഞാനും എന്നേക്കും നിങ്ങളുടെ മുപ്പം ഉണ്ടാകും. ഇനി ഒരിക്കലും നീ ഒറ്റയ്ക്കാവില്ല എന്നവൾ പറയുന്നത് കേൾക്കുമ്പോൾ അവനും ഞാൻ കുറെ ദൂരം നീ നിന്നകന്നുപോയി, എങ്കിലും നീ എന്നെ ഒരിക്കലും വീട്ടിലെന്ന് മനസ്സിൽ പറഞ്ഞ് അവളെ കിസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായ ഹുവാൻജി ഗിഫ്റ്റ് കൊടുത്തത് കാണിക്കുന്നു. അതിൽ റെഡ് ലൈറ്റും കത്തുന്നു. ഇവിടെ നോക്കുമ്പോൾ ഹുവാൻജി അവർ പറയുന്നതൊക്കെ കേൾക്കുകയാണ്. ആദ്യം ടങ്ഷി, ഇപ്പോൾ നിയൻ. അത് ഞാനാകാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തിലായിരിക്കും ഇരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണേ.